വിഷുവായിട്ട് എല്ലാവരും കണി ഒരുക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. എല്ലാ ഐറ്റംസൊക്കെ വാങ്ങി കണി വെക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണല്ലേ. ഞാനും ഓരോന്നൊക്കെ ഒരുക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ ഐറ്റം അല്ലേ നമ്മുടെ കണിക്കൊന്ന. അപ്പോൾ കണിക്കൊന്ന ഇല്ലാതെ എന്ത് വിഷു അല്ലേ. അപ്പോൾ കണിക്കൊന്ന ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും കണിക്കൊന്നയ്ക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അങ്ങനെ കിട്ടാനൊന്നുമില്ല. മാക്സിമം പ്രൈസൊക്കെ കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. എനിക്കെന്തായാലും ഇന്ന് രാവിലെ എന്തായാലും നല്ലൊരു റേറ്റിന് ഓൺലൈനിൽ നിന്ന് കണിക്കൊന്ന കിട്ടി കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് ഫ്ലിപ്കാർട്ട് മിനിറ്റിൽ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും നല്ലൊരു പ്രൈസിന് കിട്ടി. ഇതിൽ MRP കണ്ടാൽ ഞെട്ടിപ്പോവും. 150 രൂപയാണ് കേട്ടോ ഈ കണിക്കൊന്നയ്ക്ക് വില അവർ പ്രൈസ് ടാഗ് തന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് എന്തായാലും ഒരു 30 രൂപയ്ക്ക് നല്ല ഫ്രഷ് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് 4 മണിക്ക് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയപ്പോൾ കണിക്കൊന്ന ആകെ വാടി ഈ പൊഴിഞ്ഞിരിക്കുന്ന കണിക്കൊന്നയ്ക്കൊക്കെ ഒരുപാട് പേര് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതില്ലാണ്ട് വിഷു നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അത് 40, 50, 60 ഒക്കെ രൂപയ്ക്കാണ് കേട്ടോ ഓരോരുത്തരും വാങ്ങിക്കുന്നത്, 2-3 തണ്ടൊക്കെ. അപ്പോൾ എനിക്കെന്തായാലും ഇന്ന് രാവിലെ നല്ല ഫ്രഷ് കണിക്കൊന്ന ഓൺലൈനിൽ കിട്ടി. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ തരുവാണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ട് മിനിറ്റിലും ബിഗ് ബാസ്ക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ഓൺലൈനിലും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. ഇപ്രാവശ്യത്തെ വിഷുവിന് മെയിൻ താരം ഇവനാണ് കേട്ടോ. അതായത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണിക്കൊന്നയാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ റോഡ് മുഴുവൻ കണ്ടു. ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ പ്ലാസ്റ്റിക് നമുക്ക് അങ്ങനെ വെച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. നമുക്ക് ഷോപ്പീസൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ബാംഗ്ലൂരും നല്ല അവൈലബിൾ ആണ് കേട്ടോ ഇത്.